പട്ടാമ്പിയിൽ കലാശക്കൊട്ടിന്റെ സമയത്ത് UDF പ്രവർത്തകർ ബോധപൂർവം അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ പറഞ്ഞു. കലാശക്കൊട്ടിന്റെ സമയത്ത് തികച്ചും അപലപനീയമായിട്ടുള്ള ഒരു പ്രവൃത്തി UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കലാശക്കൊട്ടിന്റെ ഭാഗമായി വരുന്ന സമയത്ത് UDFന്റെ സ്ഥാനാർത്ഥിയുടെ നേരെ പിറകിൽ നിന്നുള്ള കുറച്ച് ആളുകൾ ബോധപൂർവം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കല്ലെറിയുകയും അതിൽ നമ്മുടെ സൈഡിലൂടെ നടന്നു പോകുന്ന നമ്മളോട് കൂടെ നിന്നിരുന്ന ഒരാൾ തന്നെ വളരെ സൈഡിലാണ് അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തലക്ക് പരിക്ക് പറ്റുകയും ബ്ലഡ് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തലക്കാണ് ഏറ് കൊണ്ടത്. അതോടൊപ്പം തന്നെ മറ്റു 2 പേർക്ക് വേറെ പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. സാധാരണ കലാശക്കൊട്ട് വളരെ സമാധാനത്തിൽ നടന്നു പോകേണ്ടതാണ്. ഇത് LDFന്റെ കൂടെയുള്ള ജനക്കൂട്ടത്തെ കണ്ട് ബോധപൂർവം അക്രമം അഴിച്ചുവിട്ട് അത് പ്രതികരണമുണ്ടായി അതിൽ നിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു നേട്ടം നേടാനുള്ള ശ്രമമാണ് UDF നടത്തിയെന്നുള്ളതിലേറെ വിഷമമുണ്ട്. UDFന്റെ എല്ലാവരും അതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കൂടെയുള്ള കുറച്ച് ആളുകളാണോ എന്നും കൃത്യമായിട്ട് അറിയില്ല. എന്തായിരുന്നാലും ഈ പ്രവൃത്തി തിരിച്ച് എന്തായാലും ഒരു ഏറ് കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു തല്ല് കിട്ടിയാൽ തിരിച്ചടിക്കുമല്ലോ. അത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി ഓരോ ആഘോഷവും വരവേൽക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.